റോഡുകളിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഒരു വക്കം മീഡിയ അവതരണം. ജലപാളി പ്രവർത്തനം അഥവാ അക്വാപ്ലേനിംഗ് ഏതൊരു വിദഗ്ധനായ ഡ്രൈവർക്കും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുന്ന അപകടകരമായ പ്രതിഭാസമാണ് ഹൈഡ്രോപ്ലാനിംഗ് അഥവാ അക്വാപ്ലേനിംഗ്. മഴക്കാല ഡ്രൈവിംഗിലെ പ്രധാന വില്ലനും ഹൈഡ്രോപ്ലാനിംഗ് ആണ്. നിരത്തുകളിൽ വാഹനത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പും ബ്രേക്കിങ്ങും സ്റ്റിയറിങ്ങും എല്ലാം വാഹനത്തിന്റെ യാന്ത്രികമായ ഭാഗങ്ങളുടെ പ്രവർത്തനം മൂലമാണെങ്കിലും അന്തിമമായി പ്രവർത്തന ഘട്ടത്തിലെത്തുന്നത് ടയറും റോഡും മൂലമുള്ള ഫ്രിക്ഷൻ മൂലമാണ്. മിനുസമുള്ള തറയിൽ എണ്ണ ഒഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തതിന്റെ കാരണവും മറ്റൊന്നുമല്ല. വെള്ളം കെട്ടിനിൽക്കുന്ന റോഡിൽ വേഗത്തിൽ വാഹനം ഓടിക്കുമ്പോൾ ടയറിന്റെ പമ്പിംഗ് ആക്ഷൻ മൂലം ടയറിന്റെ താഴെ വെള്ളത്തിന്റെ ഒരു പാളി രൂപപ്പെടുന്നു. സാധാരണഗതിയിൽ ടയർ റോഡിൽ സ്പർശിക്കുന്നിടത്തെ ജലം ടയറിന്റെ ത്രെഡിന്റെ സഹായത്തോടെ ചാലുകളിൽ കൂടി പമ്പ് ചെയ്ത് കളഞ്ഞ് ടയറും റോഡും തമ്മിലുള്ള കോണ്ടാക്ട് നിലനിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ടയറിന്റെ വേഗത കൂടുന്തോറും പുറന്തള്ളാൻ കഴിയാത്ത അളവിനേക്കാൾ കൂടുതൽ ജലം ടയറിനും റോഡിനും ഇടയിലേക്ക് അതിയായ മർദ്ദത്തിൽ പമ്പ് ചെയ്യപ്പെടുകയും വെള്ളം കംപ്രസർ ചെയ്യാത്തത് കൊണ്ട് ഈ മർദ്ദം മൂലം ടയർ റോഡിൽ നിന്നും ഉയരുകയും ചെയ്യും. അങ്ങനെ ടയറിൻ്റെയും റോഡിൻ്റെയും ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന അത്യന്തം അപകടകരമായ പ്രതിഭാസമാണ് ഹൈഡ്രോപ്ലാനിംഗ് അഥവാ അക്വാപ്ലാനിംഗ്. റോഡും ടയറുമായുള്ള സമ്പർക്കം വേർപെടുന്നതോടുകൂടി വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെയും സ്റ്റിയറിങ്ങിൻ്റെയും ആക്സിലറേറ്ററിൻ്റെയും പ്രവർത്തനം പൂർണ്ണമായും സാധ്യമാകാതെ വാഹനം തെന്നിമറിയുന്നതിന് ഇത് ഇടയാക്കും. വാഹനത്തിൻ്റെ വേഗത വർദ്ധിക്കുന്നതോടുകൂടി ഹൈഡ്രോപ്ലാനിംഗ് സാധ്യതയും 10 മടങ്ങ് വർദ്ധിക്കും. മാത്രവുമല്ല, തേയ്മാനം സംഭവിച്ച ടയറിൻ്റെ സ്പിൽവേയുടെ കനം കുറയുന്നതോടെ പമ്പിംഗ് കപ്പാസിറ്റി കുറയുന്നതും അക്വാപ്ലേനിങ്ങിന് സഹായകമാകും. ത്രെഡ് ഡിസൈൻ അനുസരിച്ചും വാഹനത്തിൻ്റെ തൂക്കം കൂടുന്നതനുസരിച്ചും ഹൈഡ്രോപ്ലാനിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ ഹൈഡ്രോപ്ലാനിങ്ങിൻ്റെ പ്രധാന ഘടകം വാഹനത്തിൻ്റെ വേഗത തന്നെയാണ്. അക്വാപ്ലാനിങ്ങിനെ ബാധിക്കുന്ന മറ്റ് ഘടകങ്ങൾ: ത്രെഡ് ഡിസൈൻ, ടയർ സൈസ്, എയർ പ്രഷർ, വാഹനത്തിൻ്റെ തൂക്കം, ജലപാളിയുടെ കനം, റോഡ് പ്രതലത്തിൻ്റെ സ്വഭാവം എന്നിവയാണ്. ഹൈഡ്രോപ്ലാനിംഗ് മൂലം വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമായാൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഹൈഡ്രോപ്ലാനിംഗ് മൂലം വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമായാൽ ഡ്രൈവർ ഉടൻ തന്നെ ആക്സിലറേറ്ററിൽ നിന്നും കാൽ പിൻവലിക്കേണ്ടതും സഡൻ ബ്രേക്കും സ്റ്റിയറിങ്ങും വെട്ടിത്തിരിക്കുന്നത് ഒഴിവാക്കേണ്ടതുമാണ്. ജലപാളി പ്രവർത്തനം തടയുന്നതിന് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം വേഗത കുറച്ച് വാഹനം ഓടിക്കുക എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും ഒഴുകുകയും ചെയ്യുന്ന റോഡുകളിൽ, പ്രത്യേകിച്ച് നല്ല വേഗതയ്ക്ക് സാധ്യതയുള്ള ഹൈവേകളിലെ ചില ഭാഗത്ത് മാത്രമുള്ള വെള്ളക്കെട്ട് അത്യന്തം അപകടകരമാണ്. കൂടാതെ ജലം സ്പിൽവേക്ക് സഹായിക്കുന്ന ത്രെഡ് പാസേജുകൾക്ക് തേയ്മാനം സംഭവിച്ച ടയറുകൾ ഒഴിവാക്കുക തന്നെ വേണം. നനഞ്ഞ റോഡുകളിൽ ക്രൂയിസ് കൺട്രോൾ ചെയ്യുന്നതും ഒഴിവാക്കുക. ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. അപകടരഹിതമായ നിരത്തുകൾക്കായി നമുക്ക് ഒത്തുചേരാം. ന്യൂസ് ഡെസ്ക്, വക്കം മീഡിയ.